ഓക്കെ 19 മോഡൽ ഫുൾ ഓപ്ഷൻ ടിയാഗോ ആണ്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം, വലിയ ഓട്ടം പോയിട്ടില്ല. അപ്പോൾ താല്പര്യമുണ്ടോ? 2021 മോഡല് ബൊലേറോ നിയോ N8 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. സിംഗിൾ ഓണർ വാഹനമാണ്. ആകെ 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ശരി, 2016 ഒറിജിനൽ കേരള വി ഓപ്ഷൻ വരുന്ന ഈ ഒരു പെട്രോൾ എറ്റിയോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ അഖിലാണ് നമ്മുടെ കൂടെ. നമ്മൾ വന്നിരിക്കുന്നത് ഓട്ടോ വെഞ്ചർ കാർ ക്ലബ് വയനാട് കൽപ്പറ്റ കൈനാട്ടിയുള്ള ഷോറൂമിലാണ്. കോഴിക്കോട് 2 സ്ഥലത്തുണ്ട്, പാവങ്ങാടും ഉണ്ട്, സൗത്ത് കൊടുവള്ളിയുണ്ട് അല്ലേ? അങ്ങനെ മൊത്തം 3 ഷോറൂമുകളാണ്. എവിടത്തെ സ്റ്റോക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിച്ചേരും, കാണിച്ചു കൊടുക്കാം അല്ലേ? ഏത് സ്റ്റോക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് കാറുകൾ ഉള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, മിഡ് സൈസ് സെഗ്മെന്റ് തന്നെയാണ് കൂടുതൽ. പിന്നെ കോമ്പാക്ട് SUV, കുറച്ച് കൂടിയ സഡാൻ കാറ്റഗറിയൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും ഓണായിട്ട് അഖിലേ നമ്മളെല്ലായ്പ്പോഴും നല്ല പ്രൈസിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, നമ്മളെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത നല്ല പ്രൈസ്. നമുക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുമോ? ആ രീതി തന്നെ കൊടുക്കാം. പോരാത്തതിന് ഈ മാസം ഓണമാണല്ലോ. അതെ, ഓണാണ്. അപ്പോൾ സമ്മാനങ്ങൾ നിരത്തി വെച്ചിട്ടുള്ള അവിടെ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും പ്രൈസ് ഉണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ലോട്ട് നറുക്കെടുത്തിട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഈ മാസം നമ്മൾ 5-ാം തീയതി മുതൽ ഈ അടുത്ത മാസം സെപ്റ്റംബർ 5 വരെ എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും സ്ക്രാച്ച് കാർഡിലൂടെ ഒരു അഷ്വർഡ് ഗിഫ്റ്റ് ഉണ്ടാവും. അതിൽ ചിലപ്പം ഒരു ഫ്രിഡ്ജ് ആയിരിക്കാം, ഒരു 43 ഇഞ്ചിന്റെ LED TV ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ, അല്ലെങ്കിൽ ഒരു ട്രോളി ബാഗ്, അല്ലെങ്കിൽ എയർ ഫ്രയർ. അപ്പൊ സ്ക്രാച്ച് ചെയ്ത ഇപ്പറഞ്ഞാൽ ഏതൊക്കെ ഒരു സമ്മതം, ക്യാഷ് ബാക്ക് ഉൾപ്പെടുന്നുണ്ട്. അതുവരെ അതിനകത്തുണ്ട്. ഏതെങ്കിലും ഒരു സമ്മതം, ഇത്രയും പറഞ്ഞ 7 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രൈസ് കസ്റ്റമർക്ക് എന്തായാലും ഉണ്ടാവും. എന്തായാലും ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഓക്കെ, മെയിൻ സാധനം എന്ന് വെച്ചാൽ വില കുറവ് തന്നെയാണ് വേണ്ടത്. അതെ, നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന സാധനം ഡിസ്കൗണ്ട് നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി എന്തായാലും പിന്നെ നമ്മൾ ഓൾറെഡി ഞങ്ങളത് റീഫർബ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ് കൊടുക്കുന്നത്. പ്ലസ് വാറണ്ടി വേണ്ട കസ്റ്റമേഴ്സിന് ഒരു ചെറിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ വാറണ്ടി കൊടുക്കാം. 1 വർഷം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ വാറണ്ടി കൊടുക്കാൻ പറ്റും. അതെ, ഓക്കെ. എന്തായാലും കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഓണത്തിന് കുറേ പേര് നമ്മളെ ഫാമിലിയിലേക്ക് മെമ്പർ ആവട്ടെ. ഓക്കെ, ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. പലരും വീഡിയോസ് പ്രത്യേകിച്ച് റീൽസ് കണ്ടിട്ട് എന്നെ നേരിട്ട് വിളിക്കും ചാനലിൻ്റെ നമ്പറിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്പർ വീഡിയോ തന്നെ ഉണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി ഓരോ വണ്ടികളായിട്ട് നമുക്ക് കണ്ടു. നമ്മുടെ ആദ്യ വാഹനം ഹ്യുണ്ടായി വെർണയാണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന ഒരു സെഡാൻ കാറ്റഗറി വാഹനം. ഏതാ മോഡൽ ഇത്? ഇത് 2015 മോഡൽ വെർണ EX ആണ് വരുന്നത്. EX എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് വരിക. ഈ EX സെക്കൻഡിൽ ഇത് മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള ഫീച്ചർ ഉണ്ടാവും കേട്ടോ. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ബാക്കി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. പിന്നെ അഡീഷണൽ ആയിട്ട് അലോയ് വീൽസ് അവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽ, നല്ലൊരു അലോയ് വീലും ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റൈലിഷ് ലുക്കാണ്. സൈഡ് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ സ്റ്റൈലിഷ് ലുക്കാണ്. പിന്നെ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ മെജറായിട്ടുള്ള ക്ലെയിംസ് ഒന്നും. കിലോമീറ്റർ എത്ര ഓടി? 75,000 കിലോമീറ്റർ ഓടി. 75,000 ജെനുവിനാണോ? കിലോമീറ്റർ 75,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 2015 EX വെർണയാണ്. പെട്രോൾ മാനുവൽ വെർണാച്ച 1.6 ആണ്. മൈലേജ് ഒരു 10-14 വരെയൊക്കെ അല്ലേ? ഹ്യുണ്ടായി വണ്ടികൾക്ക് നമ്മൾ പൊതുവെ അത്രേ കിട്ടുള്ളൂ. 10 മുതൽ 14 വരെ, 9 to 14 പറഞ്ഞാൽ മതി. ഓക്കെ, നല്ല പെർഫോമൻസ്, അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. പെട്രോൾ ആണ്, വേറെ മെയിൻ്റനൻസ് സൈഡൊന്നും കാര്യമായിട്ട് പണി വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, പ്രൈസ് എങ്ങനെയാ ഇപ്പോൾ നിങ്ങളുടെ? നമുക്കൊരു 3,65,000 രൂപയ്ക്ക് നെറ്റായിട്ട് കൊടുക്കാം. 365,000 നല്ലൊരു അടിപൊളി സെഡാൻ കാറ്റഗറി, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു വെർണ. വേറെ ഒരു ക്ലെയിം ഇല്ലല്ലോ? ഒന്നുമില്ല, മേജറായിട്ടുള്ള ക്ലെയിംസ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ടച്ചപ്പ് കാര്യം ഉണ്ടാവില്ല. അതുണ്ടോ, പെയിന്റിങ്സ് ഇല്ല നമ്മൾ ഒരു വണ്ടി പറയില്ല. ഓക്കെ, അപ്പോൾ ലോൺ കിട്ടുമോ? 15 മോഡലാകുമ്പോൾ ലോൺ കിട്ടും. ലോൺ നമുക്ക് കാറിന്റെ ഒരു 3 ലക്ഷം 3,25,000 അടുത്തൊക്കെ ലോൺ നോക്കാം. ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 365,000 ചോദ്യം. ഓക്കെ, ഫൈനൽ റേറ്റ് ആണ് ഏകദേശം ഓൾമോസ്റ്റ് ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ, നമ്മുടെ വീഡിയോയിൽ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. വീണ്ടും സെഡാൻ കാറ്റഗറി തന്നെയാണ്. ടൊയോട്ട എറ്റിയോസ് KL 18 വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഏതാ മോഡൽ ഇത്? ഇത് 2016 മോഡൽ എറ്റിയോസ് V ഓപ്ഷൻ വരുന്നത്. V ആണ്. ഇതിന്റെ മോഡൽ VX എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ അലോയ്സും കാര്യങ്ങളൊക്കെ വരും. ബാക്കി ബേസിക് പവർ വിൻഡോസ് കാര്യങ്ങൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണിത്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന പെട്രോൾ വാഹനം. 16 കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 88,000 കിലോമീറ്റർ. ഉറപ്പിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ഏത് വാഹനമാണെങ്കിലും കിലോമീറ്റർ വേഴ്സ് ഉണ്ട്, ധൈര്യത്തിലും കൂടി കൊണ്ടുവരാം. തിരിച്ചു കൊണ്ടുവരാം. അത് ഞങ്ങൾ അഷുറൻസ് തരുന്നുണ്ട്, ഉറപ്പിച്ച് പറയുന്നുണ്ട്. കിലോമീറ്റർ വേഴ്സ് ഉള്ള ഒരു വാഹനം ഞങ്ങൾ ഇവിടെ വിറ്റിട്ടില്ല, ഉണ്ടെങ്കിൽ ധൈര്യത്തിലും കൂടി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇവരെ ശ്രദ്ധപ്പെട്ടിട്ടില്ലേ നിങ്ങൾ കൊണ്ടുവന്നത് തിരിച്ചെടുക്കും? അത് തീർച്ചയായിട്ടും. ഫുൾ ഫണ്ട് റീഫണ്ട് ആക്കും. അത് തീർച്ചയായിട്ടും. ലോൺ ഇട്ട് പോയാലോ? ലോൺ ഇട്ട് അതിന് നഷ്ടം നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും ഉറപ്പിച്ച് പറയുന്നത്. അതെ. അപ്പോൾ 80,000 ഓടിയ 2016 V
ഓപ്ഷൻ വരുന്ന വാഹനമാണ്. മൈലേജ് ഒരു 11-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടും. പിന്നെ കാര്യമായിട്ടുള്ള ഒരു പണിയും വരില്ല. ടൊയോട്ടയാണ്, നല്ല സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. വലിയൊരു കാറ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. എത്ര ഇതിന്റെ പ്രൈസ് എത്രയാണ് ഇപ്പോൾ? നമുക്കൊരു 3,75,000 രൂപ കൊടുക്കാൻ പറ്റും. 3,75,000 2016 ഒറിജിനൽ കേരള വി ഓപ്ഷൻ വരുന്ന ഈ ഒരു പെട്രോൾ എറ്റിയോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 3 ലക്ഷം വരെ കയറും. എന്തായാലും തീർച്ചയായും. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ, ഒന്നും ക്ലെയിം ഒന്നുമില്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ നമ്മളെ ഒരു 2 ലക്ഷം രൂപേന്റെ താഴെ ഒരു ബഡ്ജറ്റ് കാർ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വാഹനമാണ് ഡാറ്റ്സൺ റെഡിഗോ. ഡാറ്റ്സൺ എന്ന് പറഞ്ഞാൽ നിസാന്റെ ഷോറൂം തന്നെയാണ്. സർവീസും കാര്യങ്ങളും ഹിസ്റ്ററി ഒക്കെ കിട്ടുക അല്ലെ? നിസാന്റെ സെയിം ഇത് തന്നെയാണ് ഡാറ്റ്സണും. ഓക്കെ, അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കധികം ഒരു കാർ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം. മോഡൽ കാർ ചെറിയ ബഡ്ജറ്റിൽ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ആപ്റ്റായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ വെച്ചാൽ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡൽ ഡാറ്റ്സൺ ഗോ ടി ആണ്. റെഡിഗോ. ഓക്കെ, 1000cc 800cc ആണ്. ഇപ്പൊ 18, 19, 20 റേഞ്ചൊക്കെ ഏകദേശം മൈലേജും കിട്ടും കേട്ടോ. 2 cc വരുന്നുണ്ട്, 1000 വരുന്നുണ്ട്, 800 വരുന്നുണ്ട്. ടി ഓപ്ഷനിലെ 2 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ, സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഇത് എത്രയാ ഓണർഷിപ്പ്? എത്രയാ? സെക്കൻഡ് ഓണർ 19 മോഡൽ ടി ഓപ്ഷൻ ആണ്. 42,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 42,000 കുറഞ്ഞ ഓട്ടമാണ്. വേറെ ക്ലെയിമും കാര്യമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ നല്ലൊരു വണ്ടിയാണ്, ചെറിയ സെഗ്മെന്റിൽ നല്ലൊരു വണ്ടിയാണ്. എത്രയാ പ്രൈസ്? എങ്ങനെയാ? നമുക്കൊരു 1,85,000 രൂപ കൊടുക്കാൻ പറ്റും. 1,85,000 2019 ടി ഓപ്ഷൻ സെക്കൻഡ് ഓണർ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 41 പറഞ്ഞേ. ഓക്കെ, ബാക്കി ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇതിപ്പോ അറിയാലോ, റോഡിന്റെ സൈഡിലായതുകൊണ്ട് പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. ഫുള്ള് ക്ലീൻ ആക്കിയിട്ടല്ല എല്ലാ വണ്ടിയും കൊടുക്കുക. എല്ലാ വണ്ടികളും എറ്റിയോസ് ഒക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ ഫുൾ നീറ്റ് ആൻഡ് പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതൊരു SUV സെഗ്മെന്റ് ആണ്. അത് കാണുമ്പോൾ പെട്ടെന്ന് TV പോലെ തോന്നുമെങ്കിലും സംഭവം ബൊലേറോ നിയോ ആണ്. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ. ബൊലേറോ 2 ടൈപ്പിൽ ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴും പഴയ ഷേപ്പിൽ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. ഇത് നിയോ ആണ്. ഓക്കെ, സ്കോർപിയോ നിയോ അതേപോലെ ഇറങ്ങുന്നുണ്ട് 2 ആയിട്ട് അല്ലേ? ഓക്കെ, പിന്നെ ഏതാ മോഡൽ? ഇത് 2021 മോഡല് ബൊലേറോ നിയോ N8 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നു. N8 അല്ലേ? ഒരു ചീവീട് കയറിയിട്ടല്ലോ ഇവിടെ. ഓക്കെ, N8 എന്ന് പറയുമ്പോൾ ടോപ്പിന്റെ താഴെ N10 ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ അലോയ്സ് ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല. സ്റ്റീരിയോ ഉണ്ടാവും, റിയർ വൈപ്പർ ഉണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, റിയർ വൈപ്പർ, ഡിഫോഗർ, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരെ ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. അലോയ്സ് മാത്രം ഉണ്ടാവില്ല. N8 ആണ് ഓപ്ഷൻ. 21 മോഡലിൽ. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ. ഓക്കെ, സിംഗിൾ ഓണർ വാഹനമാണ്. ആകെ 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി അത്രയും ഷോറൂം കണ്ടീഷനാണ്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊന്നും ഊരിയിട്ടില്ല. അത്രയും കണ്ടീഷൻ വെഹിക്കിളാണ്. ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാ ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്കൊരു 8,50,000 രൂപയ്ക്ക് കൊടുക്കാം. 8.5 ലക്ഷത്തിന് ഒരു വെറും 10,000 കിലോമീറ്റർ ഓടിയ ഒരു ബൊലേറോ നിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും ടോപ്പിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ വരുന്ന വാഹനം. 7 സീറ്റർ വണ്ടിയാണ്. പുറകിൽ ഫേസ് ടു ഫേസ് സീറ്റാണ്. 7 സീറ്റർ വണ്ടിയാണ്. 8.5 ലക്ഷത്തിന് കൊണ്ടുപോകാം. ലോ കിലോമീറ്റർ ആട്ടോ. വെറും 10,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ലോൺ ഒരു 8 ലക്ഷം വരെ കിട്ടും. ആ റേഞ്ചിലൊക്കെ കിട്ടേണ്ടതാണ്. ഓക്കെ, അടുത്തതാ ഹ്യുണ്ടായ് i10 ഗ്രാൻഡ് ആണ്. 2 i10 ഗ്രാൻഡ് ഇവിടെ ഉണ്ട്. ഈ വൈറ്റും ഉണ്ട്, പിന്നെ ഒരു ബാക്കിൽ ഒരു ഗ്രേ ഉണ്ട്. സംഭവം ഇത് 14 മോഡലാണ്. 2014 സ്പോർട്സ് ഓപ്ഷൻ ആണ്. അത് 15 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ ആണ് വരുന്നത്. പക്ഷേ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് പുഷ്പട്ടം വരും. 15 ആകുമ്പോൾ പുഷ്പട്ടം വരൂല. അതിനുശേഷമുള്ള ഒരു മോഡലിലും പുഷ്പട്ടം വരുന്നില്ല. സ്പോർട്സിന്റെ അകത്ത് അസൽ വരും, സ്പോർട്സിന്റെ അകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പോ കിലോമീറ്റർ എത്ര? ഇത് 90,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ ആണ്. സിംഗിൾ ഓണർ. അതെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന 2014 സ്പോർട്സ് ഓപ്ഷൻ 90,000 ഓടിയ പെട്രോൾ മാനുവൽ വാഹനമാണ്. മൈലേജ് 11, 15, 16 വരെയൊക്കെ ഏകദേശം പ്രതീക്ഷിക്കാം. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഇല്ല, അങ്ങനെ മേജർ ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. പ്രൈസ് എങ്ങനെയത്? നമുക്കൊരു 2,85,000 രൂപയ്ക്ക് നെറ്റ് ആയിട്ട് കൊടുക്കാം. 2,85,000 പുഷ്പട്ടം വരുന്ന ഒരു വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫൈനൽ റേറ്റ് ആണ്. അടുത്ത മോഡൽ കൂടി വന്നിട്ടുണ്ട്. അത് പുഷ്പട്ടം ഇല്ല. അതിൽ ബട്ടൺ ഷാട്ട് ഇല്ല. പക്ഷെ നമുക്ക് പ്രൈസ് ഒക്കെ എത്ര കൊടുക്കാതെ? അതാണെങ്കിൽ നമുക്കൊരു 3,10,000 രൂപ കൊടുക്കാം. 3,10,000 അതുകൊണ്ട് 15 മോഡൽ കേട്ടോ. അപ്പൊ താല്പര്യം വിളിച്ചോ. ലോൺ ഇതിൽ കയറുമോ മാക്സിമം? കയറും. ഇതിനൊക്കെ ഓൾമോസ്റ്റ് നമുക്കൊരു 2,50,000 ലോൺ കയറും. 2.5 ലക്ഷം രൂപ എന്തായാലും കയറും. ഓക്കെ, അങ്ങനെയാലും 10-35,000 രൂപ ഒക്കെ കണ്ടാൽ മതി. അടുത്ത i10 ഗ്രാൻഡ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആഗ്രഹ ഇതല്ല, ഇവിടെ ഉണ്ട് കേട്ടാ. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 15. ഇത് 18 മോഡൽ അല്ലേ? ഇത് 18 മോഡല് ഗ്രാൻഡ് i10 മാഗ്ന.
മാഗ്നയാണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോളോവർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. മിഡിൽ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 82,000 കിലോമീറ്റർ. 82,000 പെട്രോൾ മാനുവൽ. അതെ. ഓക്കെ, മൈലേജ് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഒരു 11-15 ആ റേഞ്ച് കിട്ടും. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ഓക്കെ, അപ്പോൾ ഒരു നീറ്റ് ഐറ്റം ഗ്രൈൻഡാണ്, നല്ലൊരു കളറുമാണ് ഗ്രേ. പ്രൈസ് എങ്ങനെയാ? നമുക്കൊരു 4,05,000 രൂപ കൊടുക്കാം. 4,500. ഇത് ഫൈനലാണോ അതോ എന്തൊക്കെ ഉണ്ടാവും? ഫൈനലാണ്. എന്തെങ്കിലും ഒരു ചെറിയൊരു നെഗോസിയേഷനിൽ വന്നു കഴിഞ്ഞുള്ളൊരു ചെറിയ മാറ്റം. ലോൺ ഒരു 3.5 കയറും. 3.5 അടുത്തൊക്കെ ലോൺ എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത വാഹനം എന്താ? ടാറ്റ ടിഗോർ ആണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. അതായത് ടിയാഗോന്റെ സെഡാൻ കാറ്റഗറിയാണ്. പുറകില് ഡിക്കി ഉണ്ട്. മറ്റേ ഡിക്കി ഉണ്ട്, സെപ്പറേറ്റ് ആണ്. ക്യാബിന് സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഏതാ മോഡല്? ഇത് 2018 മോഡല് ടിഗോർ എക്സെഡ് ഫുൾ ഓപ്ഷനെ തൊട്ട് താഴെ എക്സെഡ് വരും. ഇതിൽ അലോയ് വീൽ ഉണ്ടാവില്ല. ബാക്കി സ്റ്റിയറിംഗ് കൺട്രോൾസ് ആയാലും എയർ ബാഗ് ആയാലും മിറർ അഡ്ജസ്റ്റ്മെന്റ് ആയാലും അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടി? 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 62,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 2018 വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പാ? സെക്കൻഡ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. സിംഗിൾ ഓൺഷിപ്പ്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെ വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അപ്പോൾ ഒരു നല്ലൊരു സഡാൻ കാറ്റഗറിയാണ്. അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും അത്യാവശ്യം ഉറപ്പുള്ളൊരു വണ്ടിയാണ് അല്ലേ? പ്രൈസ് എങ്ങനെയാ? നമുക്കൊരു 3,70,75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 3,75-ന് 18 എക്സെഡ് 65,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ടിഗോർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ടിയാഗോന്റെ സഡാൻ കാറ്റഗറിയാണ്. ലോൺ മാക്സിമം കയറും? അതെ, മാക്സിമം നമുക്കൊരു 3.25 അടുത്തൊക്കെ ആയിട്ട് ലോൺ കിട്ടും അല്ലേ? അടുത്തത് ടാറ്റ ടിയാഗോ KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഏതാ മോഡല്? ഇത് 2019 മോഡല് ടിയാഗോ എക്സെഡ് പ്ലസ് ഫുൾ ഓപ്ഷൻ ഉണ്ട്. 19 മോഡൽ, അതായത് ഫസ്റ്റ് ഷേപ്പിൽ വരുന്ന ഫസ്റ്റ് ഷേപ്പിൽ വരുന്ന വണ്ടിയാണ്. 19 ഫുൾ ഓപ്ഷൻ. ഓട്ടോ എത്ര പോയി? 70,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വാഹനമാണ്. ഓക്കെ, 70,000. പ്രോപ്പർ സർവീസ് എല്ലാം ഉണ്ടോ? എല്ലാ സർവീസിലും. ഓക്കെ, ഒരു ക്ലെയിമില്ല? ഇല്ല, ക്ലെയിം ഒന്നുമില്ല. കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഷേപ്പാണ് വരിക, പക്ഷേ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫോൾഡിങ് എല്ലാം വരും. എല്ലാ ഫീച്ചേഴ്സും വരും. പിന്നെ പ്രൈസ് എങ്ങനെയത്? നമുക്കൊരു 3,95,000 രൂപയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റും. 3,95-ന്. ഓക്കെ, 19 മോഡൽ ഫുൾ ഓപ്ഷൻ ടിയാഗോ ആണ്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം, വലിയ ഓട്ടം പോയിട്ടില്ല. അപ്പോൾ താല്പര്യമുണ്ടോ നോക്കി ഒരു 3-3.5 വരെയൊക്കെ ലോൺ കിട്ടും. 3.5 ലോൺ കിട്ടും. ഇനി ആവശ്യമുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ വാറണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടിയാഗോ മാത്രമല്ല, ഇതിന്റെ തന്നെ സെയിം കളറിൽ ഓട്ടോമാറ്റിക് ഉണ്ട് ഇവിടെ. അതും കാണിച്ചത്. ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ സെയിം കളറിൽ വരുന്ന ഓട്ടോമാറ്റിക് ടിയാഗോ. KL11 രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട്. ഏതാ മോഡല്? ഇത് സെയിം 2019 തന്നെയാണ്. 2019 എക്സെഡ് പ്ലസ് ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 19. പിന്നെ കിലോമീറ്റർ എത്ര? 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 18,000 ജനുവൻ കിലോമീറ്റർ. ഓക്കെ, വളരെ കുറഞ്ഞ കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് തന്നെ അല്ലേ? അതെ, സിംഗിൾ ഓൺഷിപ്പ് ആണ്. 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? യാതൊന്നുമില്ല, ഒരു ക്ലെയിമും ഇല്ലാത്ത വെറും 18,000 കിലോമീറ്റർ ഓടിയ ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ടിയാഗോ ഫസ്റ്റ് ഷേപ്പ് വണ്ടിയാണ്. 19 മോഡൽ അല്ലേ? അതെ. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്കൊരു നെറ്റായിട്ട് ഒരു 4,70,000 രൂപയ്ക്ക് കാർ കൊടുക്കാം. 4,75-ന് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. ഒരു 13-16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജും കിട്ടും. MT ഗിയർ ബോക്സ് ആണ് വരിക. അപ്പോൾ എന്താ പറയാ, നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ എടുക്കാം. അത്രയും കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, നല്ല ക്വാളിറ്റി. ഓക്കെ, ലോൺ എത്ര കയറും? ഒരു 4 വരെ? ഒരു 4-4.5 അടുത്ത് 4.5 അടുത്ത് കയറും എന്തായാലും. ഓക്കെ, അടുത്തതാ വീണ്ടും സെഡാൻ കാറ്റഗറി ഹോണ്ട സിറ്റി ആണ്. KL11 കോഴിക്കോട് വണ്ടി തന്നെ. ഒരു പച്ച കളർ വണ്ടി അല്ലേ? അതെ. ഓക്കെ, എങ്ങനെയാ മോഡൽ കാര്യങ്ങൾ? ഇത് 2015 മോഡല് ഹോണ്ട സിറ്റി വി എന്നുള്ള ഓപ്ഷനാണ്. വി മാനുവൽ പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. ടോപ്പ് എൻഡ് അന്ന് VX ആണ്. 15 VX ആണ്. ZX 16 ഇറങ്ങുന്നത്. അതെ, സൺറൂഫ് ഒക്കെ വരുന്നുണ്ട് VX ൽ. ഓക്കെ, ഇതിൽ സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നു. അലോയ്സും കാര്യങ്ങളൊക്കെ. പുഷ് ബട്ടൺ ഉണ്ടാവില്ലല്ലോ? ബട്ടൺ സ്റ്റാർട്ട് ഇല്ല. ബട്ടൺ സ്റ്റാർട്ടും ഇല്ല. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, 15 V ആണ്. കിലോമീറ്റർ എത്ര ഓടി? 1,03,000 കിലോമീറ്റർ ഓടി ഉണ്ട്. 1.3. ടൊയോട്ടനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ആ ഓട്ടം വലിയൊരു സംഭവമല്ല. ഹോണ്ട എഞ്ചിനെ സംബന്ധിച്ച് വലിയ സംഭവമല്ല, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താ പറയാ, സർവീസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ടോ? എല്ലാം കമ്പനി ഉണ്ടോന്നില്ല. കമ്പനി അല്ല, ബാക്കി സർവീസ് ഒക്കെ പീരിയോഡിക് മെയിൻ്റെനൻസ് ഒക്കെ കറക്റ്റ് പോയിട്ടുണ്ട്. ഒരു 8,000-10,000 കിലോമീറ്റർ ഓടുമ്പോൾ കറക്റ്റ് ഓയിൽ ചേഞ്ച് നടത്തിയിട്ട് അതൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് കറക്റ്റ് നോക്കണം എല്ലാ വണ്ടി, ഏത് വണ്ടി എടുക്കുമ്പോൾ. അതെ. പിന്നെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഡിക്ക് മാത്രം ബൂട്ട് മാറിയിട്ടുണ്ട്.
റൂട്ട് ഓക്കെ. ഡോർ മാത്രം അല്ല? അതെ, ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ, ഡോർ മാറിയിട്ടുണ്ട്. പ്രൈസ് എങ്ങനെയുണ്ട്? നമുക്കൊരു ഫൈനലായിട്ട് ഒരു 4,50,000 രൂപയ്ക്ക് കൊടുക്കാം. 4,00,000 2015 വി ഓപ്ഷൻ 1,05,000 കിലോമീറ്റർ. 1,03,000 കിലോമീറ്റർ. 3,000 കിലോമീറ്റർ സോറി. 1.3 ഓടിയ പെട്രോൾ മാനുവൽ ഹോണ്ട സിറ്റിയാണ്. ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ നല്ല കംഫർട്ടുള്ള ഒരു വണ്ടിയാണ് ഓടിക്കാൻ സഡാൻ കാറ്റഗറിയിൽ. ഓക്കെ, പ്രൈസ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ചെറിയ ഒരു സ്ലൈറ്റ് ചെറിയ മാറ്റം വരുത്താം. ഓക്കെ അല്ലേ? ഓക്കെ. ലോണ് 3.5-3.4 ഒരു 4 രൂപേൻ്റെ അടുത്തൊക്കെ എൻ്റെ ലോൺ കയറും. ചാൻസ് ഉണ്ട് അല്ലേ? അടുത്തതൊരു സാൻഡ്രോ ആണ്. അതായത് ഒരു കാറ് മോഹിക്കുന്നവർക്ക്, ഒരു കാർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ ആണ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2005 മോഡല് GL വരുന്നത്. GL 2 ഡോർ പവർ വിൻഡോ വരുന്ന ഓപ്ഷനുള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് എല്ലാം വർക്കിംഗ്. പേപ്പറിന്റെ അവസ്ഥ എന്താ? പേപ്പർ പുതിയ പേപ്പർ 2030 വരെ പേപ്പർ ഉണ്ട്. 2030 വരെ നിലവിൽ പേപ്പർ ഉണ്ട്. അതായത് സെക്കൻഡ് റിന്യൂവൽ ആയിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ? അതെ, സെക്കൻഡ് റിന്യൂവൽ. ഓക്കെ, സെക്കൻഡ് റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ്. ശരിക്കും ഫസ്റ്റ് റിന്യൂവൽ സെക്കൻഡ് റിന്യൂവൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് റേറ്റ്? ഫസ്റ്റ് റിന്യൂവൽ ഏകദേശം ഒരു 15 രൂപ കൊണ്ട് റിന്യൂവൽ പ്ലസ് ടാക്സ് തീരും. സെക്കൻഡ് റിന്യൂവലിന് ഇതിന് കുറച്ചുകൂടി കോസ്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഏകദേശം 20-25 രൂപയോളം ആയിട്ടുണ്ട്. 25 രൂപയോളം. തേർഡ് റിന്യൂവൽ വരുമ്പോൾ കുറച്ചും കൂടി കൂടും. പക്ഷേ ഇത് നിങ്ങൾക്കിപ്പോൾ 5 വർഷത്തേക്ക്, അതായത് 4 വർഷം അല്ലേ? 4 വർഷത്തേക്കുള്ള പേപ്പർ ഇനിയുണ്ട്. 2030 വരെ സെക്കൻഡ് റിന്യൂവൽ കഴിഞ്ഞ് പേപ്പർ എല്ലാം ക്ലിയർ ആയി നിൽക്കുന്ന വാഹനമാണ്. പിന്നെ ആ റിന്യൂവൽ എടുക്കും വണ്ടീന്റെ മൊത്തത്തിൽ നീറ്റാക്കിയിട്ടുണ്ട്. ആ ഒരു നീറ്റ്നസ് വണ്ടിക്കുണ്ട്. പെയിന്റ് വൈസ് ചെറിയ ടച്ചപ്പ് അവിടെ ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയ ടച്ചപ്പാണ് ബമ്പർ കോർണറിൽ. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള നല്ലൊരു സാൻഡ്രോ ആണ്. മൈലേജ് ഒരു 11-14 വരെയൊക്കെ ഏകദേശം കിട്ടുന്ന ഒരു മൈലേജ് അത്രയാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്ക്രാപ്പിന് കൊടുത്താലും നിങ്ങൾ ഈ പേപ്പർ കഴിഞ്ഞിട്ട് അടുത്ത റിന്യൂവൽ ചെയ്യുന്നില്ലെങ്കിൽ സ്ക്രാപ്പിന് കൊടുത്താൽ പോലും ഒരു 10,000-20,000-25 രൂപ എന്തായാലും കിട്ടും. സ്ക്രാപ്പേജ് പോളിസി പ്രകാരം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ പ്രൈസ് പറ എത്രയാണ്? നമുക്കിത് ഒരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. ഏറ്റവും ഫൈനലായിട്ട് 60,000 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അതായത് സ്ക്രാപ്പ് ചെയ്താൽ ഈ 4 വർഷം ഉപയോഗിച്ചിട്ട് സ്ക്രാപ്പ് ചെയ്താൽ പോലും 25 കിട്ടും. 60,000 രൂപയ്ക്കാണ് ഇപ്പോൾ വണ്ടി കിട്ടുന്നത്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. വേറെ ലോണും കാര്യമൊന്നും കിട്ടൂല. ഓക്കെ, പിന്നെ നമ്മൾ തൽക്കാലം നിർത്താറുണ്ട് അല്ലേ? അതെ, സ്റ്റോക്ക് നമ്മൾ കുറച്ച് സ്റ്റോക്ക് കാണിച്ചാണ്. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇവരുടെ കോൺടാക്ട് നമ്പറിൽ കാറ്റലോഗ് കിട്ടും. അത് ഏത് ഷോറൂമിലെ സ്റ്റോക്ക് ആണെങ്കിലും. അതെ, 3 ഷോറൂമിൽ ഇവിടെ ഒരു 50 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട്. അതല്ലാതെ നമുക്ക് കൊടുവള്ളിയും പാവങ്ങാടും കൂടി ഏകദേശം ഒരു 120-130 വണ്ടിയോളം മൊത്തത്തിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ ഇത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചാലോ കാറ്റലോഗ് അയച്ചു തരും. ഓക്കെ. അപ്പൊ ലോങ് എന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വയനാട് കണ്ട് ആസ്വദിച്ചിട്ട് പോവുകയും തീർച്ചയായിട്ടും. ഓക്കെ, ഒരു ട്രിപ്പ് മോഡിൽ വന്നാൽ മതി. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ഒരു ക്വിഡ് എടുത്തിട്ടില്ല. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഒരാൾ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞത് നാളെ ഡെലിവറിയാണ്. അപ്പൊ വയനാട് വന്നൊരു ട്രിപ്പ് അടിച്ചിട്ട് പോകുന്ന മോഡിലേക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പോ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ അല്ലേ? തീർച്ചയായിട്ടും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പൊ താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. താങ്ക് യു. ബൈ.